Let's read the book Beyond Fear, ഭയത്തിനപ്പുറം. A true hero is not defined by their strength, but by their ability to inspire and lead others. It's a quote of Mahatma Gandhi. ഒരു യഥാർത്ഥ നായകനെ നിർവചിക്കുന്നത് അവരുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനുമുള്ള അവരുടെ കഴിവിലൂടെയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വരികളാണിത്. Look at this picture. Who are the heroes in this picture? Yes, Mahatma Gandhi, soldier, Mother Teresa, farmer, lifeguard, and parents. Why do we remember them as heroes? What special qualities make them heroes? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ വീരന്മാരായി ഓർക്കുന്നത്? അവരെ നായകന്മാരാക്കുന്ന പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. ലിറ്റിൽ ഹാൻഡ്സ്, ബിഗ് കറേജ്. ചെറിയ കൈകൾ, വലിയ ധൈര്യം. ഫൺ ടൈം. ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. ദിൽനയും അവളുടെ ചെറിയ സഹോദരൻ ഐസക്കും വീടിൻ്റെ പിൻമുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്നു. ദിൽന looked up at the sky and said. ദിൽന ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ഐസക്, we should go inside. I think it's going to rain. ഐസക്, നമുക്ക് അകത്തേക്ക് പോകാം, മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു. Yes, let's go. ഐസക് nodded a little worried. അതെ, നമുക്ക് പോകാം. ഐസക് അല്പം ആശങ്കയോടെ തലയാട്ടി. Both of them quickly ran into the house. They went straight to the kitchen and spotted a plate of cookies on the table. രണ്ടുപേരും വേഗം വീട്ടിലേക്ക് ഓടി. നേരെ അടുക്കളയിലേക്ക് പോയി മേശപ്പുറത്തൊരു പ്ലേറ്റ് ബിസ്ക്കറ്റ് കണ്ടു. Cookies, Isaac said with a big smile as he grabbed one. കുക്കികൾ, ഐസക് ഒരു വലിയ പുഞ്ചിരിയോടെ ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരു ബിസ്ക്കറ്റ് എടുത്തു. മാം, ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. ദർ വാസ് നോ റിപ്ലൈ. അമ്മേ, മഴ പെയ്യുന്നു, ഐസക് അലറി. മറുപടി ഒന്നും ഉണ്ടായില്ല. വേർ വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്. കുട്ടികൾ എവിടെ കളിക്കുകയായിരുന്നു? യെസ്, they were playing in the backyard of their house. Do you like playing in the rain? There was no reply from mother. What may be the reason? മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? അമ്മയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. എന്തായിരിക്കാം കാരണം? Tears of fear. ഭയത്തിൻ്റെ കണ്ണുനീർ. Then they ran to the living room. Mother was lying on the floor. പിന്നെ അവർ സ്വീകരണ മുറിയിലേക്ക് ഓടി. അമ്മ തറയിൽ കിടക്കുകയായിരുന്നു. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേ, ദിൽന ഉറക്കെ വിളിച്ചു. ഷി ഡിഡിൻറ്റ് ആൻസർ. അവൾ മറുപടി പറഞ്ഞില്ല. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അമ്മ എന്തിനാണ് തറയിൽ കിടക്കുന്നത്? അവൾ ഉറങ്ങുകയാണോ? ഐസക് സഹോദരിയോട് ചോദിച്ചു. മോം, വേക്ക് അപ്പ്, ഹീ ക്രൈഡ്. അമ്മേ, എഴുന്നേൽക്കൂ, അവൻ നിലവിളിച്ചു. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. വിഷമിക്കേണ്ട ഐസക്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ദിൽന സെഡ്, ട്രൈങ് ടു കൺസോൾ ഹിം. ദിൽന അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ദിൽന റഷ്ഡ് ടു ഹർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹർ ജെന്റ്ലി. ദിൽന അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവളെ പതുക്കെ കുലുക്കി. മോം, പ്ലീസ് വേക്ക് അപ്പ്, ദിൽന ബെഗ്ഡ്, ബട്ട് ഷീ ഡിഡിൻറ്റ് മൂവ്. അമ്മേ, ദയവായി ഉണരൂ, ദിൽന യാചിച്ചു, പക്ഷേ അവൾ അനങ്ങിയില്ല. ദിൽന ട്രൈഡ് അഗെയിൻ. ദിൽന വീണ്ടും ശ്രമിച്ചു. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. കുറച്ചുകൂടി ശക്തമായി കുലുക്കി. ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻറ്റ് റെസ്പോണ്ട്. പക്ഷേ അവൾ ഒട്ടും പ്രതികരിക്കുന്നില്ല. ഐസക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ഐസക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം? വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്?
അമ്മയെ ഉണർത്താൻ ദിൽന എന്താണ് ചെയ്തത്? വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? ദിൽനയും ഐസക്കും ഇനി എന്ത് ചെയ്യും? ദ കറേജ്, ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് 8 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ മൂത്ത കുട്ടി എന്ന നിലയിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഷീ ലെഫ്റ്റ് സ്കെയർഡ്. അവൾക്ക് ഭയം തോന്നി. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷേ ശാന്തത പാലിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു. ഷീ ലുക്ക്ഡ് എവരിവെയർ. അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി, പെട്ടെന്ന്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ. ദിൽനയ്ക്ക് മുത്തശ്ശിയോടൊപ്പം കളിച്ചിരുന്ന കളി ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് ഹർ ഗ്രാൻഡ് മദർ ആസ്കിംഗ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അടിയന്തര ഘട്ടങ്ങളിൽ 101 വിളിക്കാൻ മുത്തശ്ശി ആവശ്യപ്പെട്ടത് അവൾ ഓർത്തു. വാട്ട്സ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെ താമസിക്കുന്നു? ദിൽന റിയലൈസ്ഡ് ദിസ് വാസിൻ ഗെയിം എനിമോർ. ഇത് ഇനി ചെയ്യേണ്ട ഒരു കളിയല്ലെന്ന് ദിൽന മനസ്സിലാക്കി. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അവൾക്കറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടാണ് ദിൽന ശാന്തയായത്? വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ? ദിൽന മുത്തശ്ശിയോടൊപ്പം കളിച്ചിരുന്ന കളി ഏതായിരുന്നു? വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? ദിൽന എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനുള്ള കോൾ. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101, ദ ഹെൽപ്പ് ലൈൻ നമ്പർ. അവൾ ഫോണിലേക്ക് ഓടിച്ചെന്ന് ഹെൽപ്പ് ലൈൻ നമ്പറായ 101 ഡയൽ ചെയ്തു. ഹർ ഹാൻഡ്സ് വേർ ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. ലൈനിൽ ഒരു സ്ത്രീ ശബ്ദം വന്നു. 101, വാട്ട്സ് യുവർ എമർജൻസി? 101, നിങ്ങളുടെ അടിയന്തരാവസ്ഥ എന്താണ്? ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്. ദിൽന ഒരു ദീർഘനിശ്വാസമെടുത്തു. ഹലോ, മൈ നെയിം ഈസ് ദിൽന. ഹലോ, എൻ്റെ പേര് ദിൽന. മൈ മോം ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ ഇപ്പോഴും തറയിൽ കിടക്കുകയാണ്. ബട്ട് ഐ കാൻറ്റ് വേക്ക് ഹർ അപ്പ്. പക്ഷേ എനിക്ക് അവളെ ഉണർത്താൻ കഴിയില്ല. ദ ലേഡി ആസ്ക്ഡ്, വെർ ഇസ് യുവർ ഫാദർ? ആ സ്ത്രീ ചോദിച്ചു, നിന്റെ അച്ഛൻ എവിടെ? ദിൽന റിപ്ലൈഡ്, ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന് ദിൽന മറുപടി നൽകി. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ശരി ദിൽന, നീ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? നിങ്ങളുടെ വിലാസം പറയാമോ? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ സ്ത്രീ മൃദുവായി പക്ഷേ ഗൗരവത്തോടെ സംസാരിച്ചു. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി, ജസ്റ്റ് ലൈക്ക് ഹർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹർ. ദിൽനയ്ക്ക് മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ ഉച്ചത്തിലും വ്യക്തമായി സംസാരിക്കാൻ ഓർമ്മയുണ്ടായിരുന്നു. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ഞാൻ ചെറുവപ്പാടിയിലെ രാംനഗർ സ്ട്രീറ്റിൽ 1203 താമസിക്കുന്നു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു. നന്ദി ദിൽന, ഞാൻ നിന്നെ സഹായിക്കാം. ദ ലേഡി സെഡ്, സ്ത്രീ പറഞ്ഞു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ്സ് ദർ, ഓക്കെ? ഫയർമാൻ അവിടെ എത്തുന്നത് വരെ എൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കണം, ശരിയാണോ? ദിൽന എഗ്രീഡ്. ദിൽന സമ്മതിച്ചു. ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? ദിൽന ആരെയാണ് സഹായത്തിനായി വിളിച്ചത്? വാട്ട് ഡിഡ് ദ ലേഡി സേ? ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? ഇഫ് യു വേർ ദിൽന, വാട്ട് വുഡ് യു ഡു? ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? റിലീഫ്, ആശ്വാസം. ദിൽന ഹിയർഡ് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ.
ദിൽന അടുത്തു വരുന്ന ഫയർ എഞ്ചിൻ്റെ സൈറൺ കേട്ടു. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. താമസിയാതെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്. ഫോണിൽ വിളിച്ച സ്ത്രീ പറഞ്ഞു. ദിൽന, ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. ദ ഫയർമാൻ ആർ ദർ. ദിൽന, ഇപ്പോൾ വാതിൽ തുറക്കുന്നത് സുരക്ഷിതമാണ്. ഫയർമാൻമാർ അവിടെയുണ്ട്. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ. 2 അഗ്നിശമന സേനാംഗങ്ങൾ ഓടിയെത്തി. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽന അവരെ സ്വീകരണ മുറിയിലേക്ക് നയിച്ചു. ഹർ മോം വാസ് സ്റ്റിൽ ലയിങ് ഓൺ ദ ഫ്ലോർ. അവളുടെ അമ്മ അപ്പോഴും തറയിൽ കിടക്കുകയായിരുന്നു. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്. ദിൽനയെയും ഐസക്കിനെയും സഹായിക്കാൻ ആരാണ് വന്നത്? ടൈംലി ഹെൽപ്പ്. സമയോചിതമായ സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ദ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻമാർ അവളുടെ അമ്മയെ പരിശോധിക്കുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. അവൾ പതുക്കെ കണ്ണു തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. പിന്നെ അവൾക്ക് സുഖം തോന്നാൻ അവർ കുറച്ച് വെള്ളം കൊടുത്തു. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അമ്മേ, ഐസക് സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ദിൽന സെഡ്. അമ്മേ, ഇവർ നമ്മളെ സഹായിച്ചു, ദിൽന പറഞ്ഞു. താങ്ക് യു, നന്ദി. ദ മദർ സെഡ് സോഫ്റ്റ്ലി, സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അമ്മ ഫയർമാൻമാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. ഫയർമാൻമാരിൽ ഒരാൾ അമ്മയോട് പറഞ്ഞു. യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഷീ ഈസ് എ ഹീറോ. നിങ്ങളുടെ മകൾ വളരെ നല്ല ജോലി ചെയ്തു. അവൾ ഒരു ഹീറോയാണ്. ദിൽന ഫെൽറ്റ് ഹാപ്പി. ദിൽനയ്ക്ക് സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ദിൽന അഡ്മിറ്റഡ്. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു, ദിൽന സമ്മതിച്ചു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നു മാത്രം. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഫയർമാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തലോടി. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. ഫയർമാൻമാർ അവരുടെ അമ്മയെ ഉണർത്താൻ എന്താണ് ചെയ്തത്? വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. ദിൽന ഒരു ഹീറോ ആണെന്ന് ഫയർമാൻമാർ എന്തിനാണ് പറഞ്ഞത്? അവാർഡ് ഫോർ ബ്രേവറി. ധീരതയ്ക്കുള്ള പുരസ്കാരം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവർ അവൾക്ക് ഒരു അവാർഡ് നൽകി. ഷി ഡിഡിൻറ്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് ശരിക്കും ഒരു നായകനെ പോലെ തോന്നിയില്ല. ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അമ്മ സുരക്ഷിതയായതിൽ അവൾ സന്തോഷിച്ചു. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്. അവർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിൽന ഐസക്കിന് നേരെ തിരിഞ്ഞു പറഞ്ഞു. യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നിങ്ങൾക്കറിയാമോ, ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ ഞാൻ നിന്നെയും പഠിപ്പിക്കാം. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹീസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസക് തൻ്റെ സഹോദരിയെ നോക്കി പുഞ്ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. നന്ദി ദിൽന, നീയാണ് ഏറ്റവും നല്ലത്. ദ ഓഥർ ഓഫ് ദ സ്റ്റോറി ഈസ് ഡെബോറ ലിൻ. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. എന്തിനാണ് ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്? വൈ ഡിഡിൻറ്റ് ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ. എന്തുകൊണ്ടാണ് ദിൽന സ്വയം ഒരു നായകനായി കണക്കാക്കാത്തത്? വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് പഠിച്ചത്?